ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പഴയ ഓർമ്മകളും കാര്യങ്ങളായിട്ടാണ്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നല്ല മഴയാണല്ലോ, അപ്പോൾ നല്ല ചൂട്, ആ വെയിലും ചൂടൊക്കെ ഒന്ന് കഴിഞ്ഞ് നേരെ മഴക്കാലത്തേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ മഴേൻ്റെ ഒരു സമയത്തെ ഇപ്പം അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അമ്മേൻ്റെ ആ ഒരു പഴയ ഓർമ്മകൾ, ആ കാലത്ത് മഴയത്ത് ഇപ്പോഴും മഴ എന്ന് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ ആ രണ്ട് കാലഘട്ടം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. നല്ല കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ അപ്പോൾ അന്നത്തെ കാലത്തൊരു മഴ, ആ കാലത്തുണ്ടായിരുന്ന ഒരു ആ സമയത്തെ ഓർമ്മകളും അന്ന് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ മഴക്കാലത്തെ ആ ഒരു രാവിലെ മുതൽക്കുള്ള കാര്യങ്ങൾ അതിങ്ങോട്ട് തുടങ്ങാം നമുക്ക്. പണ്ടും മഴയൊന്നും മോശമില്ല. വെള്ളപ്പൊക്കമൊക്കെ വരേണ്ട ആ മഴയ്ക്കാണ്. വരിയട്ടിച്ചാൽ കൂടിയൊക്കെ വെള്ളം പോകും. ഇതിലേറെ മഴയുണ്ട് ആ കാലത്ത്. ആ തകർത്ത്. ഇപ്പോൾ ഒരു മഴയല്ല അത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടല്ലോ. ആ പെരും മഴയാണ് പെയ്യ. തൊടിയിലേക്കൊക്കെ ഉണ്ട് വെള്ളം കയറും. ജൂൺ മാസത്തിൽ മഴ പെയ്യുമ്പോഴാണ് കിണറ്റിൽ വെള്ളമൊക്കെ വറ്റിയ സമയത്ത് വെള്ളം കയറൽ. ഇപ്പം എല്ലാ കിണറ്റിലും വെള്ളമുണ്ട്. ഇപ്പം വേനൽക്കാലത്ത് ഒരു കിണറ്റിലും വെള്ളമില്ല. അന്നും അങ്ങനെ തന്നെയാണല്ലേ? അന്നും അങ്ങനെ തന്നെയാണ്. വെള്ളത്തിന് ക്ഷാമമുണ്ടോ? വെള്ളത്തിനൊക്കെ ക്ഷാമമുണ്ട്. വെള്ളമൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. മഴ പെയ്താലാണ് പിന്നെ വെള്ളം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പാടത്തു നിന്നാണ് കുളിക്കുക. അപ്പം വെള്ളം കയറും. കുഴി ഉണ്ടാവും. പാടത്തെ കുഴിയിൽ നിന്നൊക്കെയാണ് കുളിക്കുക. ആ പുഞ്ചക്കുഴി. ഞങ്ങളെ പാടം വക്കനാണ്. ഞങ്ങളെ വീട് തന്നെ പാടം വക്കനാണ്. ആ കുഴിയിലൊക്കെ പാടത്തൊക്കെ ഉണ്ട് വെള്ളം കയറുക. തൊടിയിൽ നിന്നൊക്കെയാണ് കുളിക്കുക. രാവിലെ തന്നെ നല്ല മഴയാകുമ്പോൾ സ്കൂളിൽ പോകാനൊക്കെ ഗതികേടാണ്. അന്നൊക്കെ ശീലക്കൊടയല്ല, ഈ കാക്കൊടയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത്. ആ കാക്കൊട, കാലുള്ള കൊട, തൊപ്പിക്കൊടേൻ്റെ മാതിരിയുള്ള കൊട. ശീലക്കൊടയൊക്കെ പിന്നെ ഉണ്ടായി. ഇപ്പം ഒന്നുമില്ല. ഇപ്പം കുട്ടികളോട്ട് പിടിക്കൂല. സ്കൂളിൽ പോണ സമയത്ത് അങ്ങനെ തോടും പാടൊക്കെ ഉള്ള ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടക്ക് നേരെ നേരത്തുണ്ട്. ആ നേരത്തിനാണ് പോവുക. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. അന്നൊക്കെ രാവിലെ സ്കൂളിൽ പോണ സമയത്താണ്, കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങണ സമയത്താണ് ഈ മഴ. അപ്പോൾ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ അന്ന് കഞ്ഞിയൊന്നുമില്ല. ഒക്കെ വീട്ടിലേക്ക് വരികയാണ്. ചോറുണ്ണാൻ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ കഞ്ഞിയൊന്നുമില്ല. അപ്പോൾ കഞ്ഞിയുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലേക്ക് വരലാണ്. സ്കൂളിൽ പോയാൽ കളിക്കാനൊന്നും പറ്റില്ല. ഉള്ളിൽ കുത്തിക്കൂടി അങ്ങനെ ഇരിക്കും. മഴയത്ത് പുറത്തൊക്കെ ഒന്നും ഇറങ്ങില്ല. സ്കൂൾ വിട്ട് വരുമ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടും കൂടിയിട്ടാണ് വരിക. അന്ന് വണ്ടിയിലും ഇതിലൊന്നും വരണ്ടൊക്കെ നടന്നു തന്നെയാണ് വരിക. വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ഒക്കെ അങ്ങനെ തന്നെയാണ് വരിക. ഞങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരിക. കൊടയും ചൂടി വരല്. ചക്കയൊക്കെ അന്നത്തെ കാലത്ത് ചക്ക വെള്ളം ഇറങ്ങിയാൽ പിന്നെ ഒക്കെ കഴിഞ്ഞാലും എടുക്കില്ല. പ്രധാനം കഞ്ഞിയാണ്. ഇന്നിപ്പോൾ കുട്ടികളൊന്നും കഞ്ഞി കുടിക്കില്ല. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവുക. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ വീട് അന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അന്നൊക്കെ വീട് ഓലപ്പരയാണ്. ചോരൊക്കെ ചെയ്യും. അതിൻ്റെ അല്ല, അതൊക്കെ പോയി മേടിക്കണം. മീൻ തട്ട് ആൾ വെക്കാനൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് മേടിക്കണം. വീട്ടിലേക്ക് വരില്ല. അപ്പം അന്നൊക്കെ വീട്ടിലേക്ക് ഒന്നും കിട്ടൂല. ഒക്കെ ബുദ്ധിമുട്ടാണ്. മഴയത്ത് പിന്നെ കളിക്കാനൊന്നും പറ്റില്ല. എന്നാലും കണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തോണിയും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വളർത്തു കൂടി അങ്ങനെ പായിപ്പിക്കുക. അതൊന്നും മിറ്റത്തേക്ക് ഇറങ്ങാനൊന്നും അയക്കില്ല. തല്ലൊക്കെ കൊള്ളും മിറ്റത്തേക്ക് ഇറങ്ങിയാൽ. എടവപ്പാതിക്ക്. പിന്നെ കർക്കിടക മാസമായി. പിന്നൊക്കെ മഴ അങ്ങനെ പെയ്യലല്ലേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ. സ്കൂളിൽ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഴയ ഒരു കാലത്തെ പണ്ടത്തെ ആ ഒരു മഴേൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇപ്പം അമ്മ അതൊക്കെയാണല്ലോ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങളും ഇങ്ങനത്തെ ഇതുപോലുള്ള വീഡിയോസും വേണമല്ലോ. അതായത് നമ്മൾ ആ പഴയ ഓർമ്മകൾ അയക്കാം, ആ കാലഘട്ടത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലമൊക്കെ ആയപ്പോഴേക്ക് കാരണം അപ്പോഴേക്ക് ഏകദേശം ഒരു കാലഘട്ടമൊക്കെ നല്ല മാറ്റം വന്നല്ലോ.
അത്യാവശ്യം പുരോഗമനം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ കാലം ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും ഇപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലായത് കുട്ടികളായി ആ സ്കൂളിൽ പോകുന്ന ആ ഒരു കാലത്തും ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം അമ്മ പറഞ്ഞതിൽ നിന്ന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സ്കൂളിൽ പോകുമ്പോഴുള്ള പാടം, തോട്, പിന്നെ പോകുമ്പോൾ പാടും തോടൊക്കെ ഇങ്ങനെ നല്ല മഴ വരുമ്പോൾ ഒന്നിച്ച്, അതായത് ഏകദേശം പാടും തോടും ഒന്നാവുകയെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ആ ഒരു പ്രകൃതിൻ്റെ ആ ഒരു ഇത് പാടവരമ്പിലൂടെയൊക്കെ പോയിട്ടുള്ള സ്കൂൾ പോക്ക് അത് തന്നെയാണ് ഇപ്പോൾ എനിക്കും ഒക്കെ എൻ്റെ ഓർമ്മയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ് ആ ഒരു കാലത്ത്. ഇപ്പോൾ പിന്നെ സ്കൂൾ ബസ്സായി, അല്ലെങ്കിൽ സ്കൂൾ വാഹനങ്ങൾ തന്നെയായല്ലോ, അങ്ങനെ ഓരോ വാഹനങ്ങളിലാണല്ലോ സ്കൂൾ പോക്ക് കുട്ടികൾക്കൊക്കെ. അന്നൊക്കെ എല്ലാവരും നടന്നു പോക്ക് തന്നെയാണ്. അപ്പോൾ അതൊക്കെ അന്നത്തെ ഒരു ഓർമ്മയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് സ്കൂൾ തുറക്കാനുമായി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ള കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.